പാരഡിയിൽ ഇരട്ടത്താപ്പോ എന്നാണ് ചോദ്യം. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. നമ്മൾ ഈ ചർച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സൈബർ പോലീസ് ഈ ജി പി കുഞ്ഞബ്ദുള്ളയ്ക്കെതിരെ അടക്കം കേസെടുത്തിരിക്കുന്നത്. കുഞ്ഞുപിള്ള എന്ന പേരാണെങ്കിൽ അത് ജി പി കുഞ്ഞബ്ദുള്ളയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കിപ്പം പിയാസുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, ഇതൊരു തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ? കാരണം ഇത് കേസായിരിക്കുന്നു, ഇനി അത് വീണ്ടും പലതരത്തിൽ ചർച്ചയായി മാറും. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു വലിയ വിവാദത്തിലേക്ക് വഴുതി വെക്കുകയാണോ? ഇത് പാരഡിയിൽ ഇരട്ടത്താപ്പുണ്ടോ? ഈ പരാതിയിൽ കേസെടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഏതായാലും കേസെടുത്തു എന്നുള്ളത് ഒരു അബദ്ധ തീരുമാനമായി പോയി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ഒരു പാട്ടിന്റെ പേരിൽ ഈ പാട്ടാണ് വലിയ പാരഡി പാട്ടാണ് വലിയ പ്രശ്നം എന്നൊക്കെ CPM-ഉം സർക്കാരും ഒക്കെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റായ നടപടി തന്നെയാണ്. ഈ ഒരു പരാതി ലഭിച്ചു, ആ പരാതി പരിശോധിച്ച് അത് അർഹമായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുകയായിരുന്നു വേണ്ടത്. DGP-ക്കാണ് പരാതി കിട്ടിയത്, പരാതി പിന്നീട് ADGP-ക്ക് അയക്കുന്നു, പിന്നീട് ഇപ്പോൾ സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR-ൽ ഇപ്പോൾ അരുൺ വായിച്ചതുപോലെ തന്നെ FIR-ൽ വളരെ വിശദമായി ഇതിൽ എന്തോ കുറ്റകൃത്യം ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സംഗീതം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു പവർഫുൾ ടൂളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ വേ ഓഫ് എന്താ പറയുക, റെസിസ്റ്റൻസ് ആണ്, അത് ഒരു റിബല്യൻ ആണ്, അതല്ലെങ്കിൽ അതൊരു എഡ്യൂക്കേഷൻ ആണ്, ഇറ്റ്സ് എ വേ ടു എന്താ പറയുക യുണൈറ്റ് പീപ്പിൾ ആണ്. അങ്ങനെ സംഗീതം വളരെ പവർഫുൾ ആണ്, അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിലും KPSC-യുടെ പാട്ടും വിപ്ലവ ഗാനങ്ങളും ഒക്കെ തന്നെ എത്രയൊക്കെ ഇടതുപക്ഷ പാർട്ടികൾ പാടി നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ട് ശക്തിപ്പെട്ട ഒരു വിപ്ലവ മണ്ണാണ് കേരളത്തിലേത്, മതേതര മണ്ണാണ്, നവോത്ഥാന മണ്ണാണ് കേരളത്തിലേത്. അപ്പോൾ ആ ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു പാട്ട്, ഒരു പാരഡി പാട്ട് എന്തോ ആയിക്കോട്ടെ, ആ പാട്ടിലെ ചില വരികൾ മത നിന്ദയായി പോയി അല്ലെങ്കിൽ മതവിശ്വാസത്തിനെതിരായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസെടുത്ത് അതിന്റെ നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ നിരോധിക്കുകയും അങ്ങനെ ഈ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ വയലാറും യേശുദാസും P. കുഞ്ഞിരാമൻ നായരും ഒക്കെ എഴുതിയിട്ടുള്ള വരികളും പാടിയിട്ടുള്ള വരികളും ഒക്കെ തന്നെ നിരോധിക്കേണ്ടി വരും. ഇനി മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന് വയലാർ എഴുതി യേശുദാസ് പാടിയിട്ടുണ്ട്. P. കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ ജീവനുള്ള ദൈവങ്ങൾ വിശന്ന് മരിക്കുമ്പോൾ ദൈവങ്ങൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ നിവേദ്യങ്ങളാൽ മൂടപ്പെടുന്നുവെന്ന് P. കുഞ്ഞിരാമൻ നായർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട്, ഈ വരികൾ എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിനെതിരല്ലേ, ദൈവനിന്ദയല്ലേ? അപ്പോൾ ഈ വരി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ ഇനി സർവകലാശാലകൾ പഠിപ്പിക്കേണ്ടതില്ല, കുട്ടികൾ പഠിപ്പിക്കേണ്ടതില്ല, ഇത് ദൈവനിന്ദയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി വന്നാൽ അത് നിരോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയുമോ? അപ്പോൾ ഒരു പാരഡി ഗാനം, അതൊരു സംഗീതം, അത് അതിന്റെ അർത്ഥത്തിൽ കണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഈ ഒരു നിയമ നടപടിയുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയത് തീർച്ചയായും ഒരു അബദ്ധ തീരുമാനം ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ഒരു പാട്ട് പരിശോധിച്ചാൽ ഇതൊരു പത്രവാർത്തയാണ്, ഒരു പത്രവാർത്ത. സർക്കാരിനെ വിമർശിക്കുന്ന ഒരു പത്രവാർത്തയിലെ വരികൾക്കപ്പുറത്ത് ഈ പാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ പാട്ടിന്റെ തുടക്കം മുതൽ നോക്കിയാൽ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്ത, സർക്കാരിനെ വിമർശിച്ച് വരുന്ന വാർത്തകൾ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി വളരെ മനോഹരമായി ഉപയോഗിച്ചു. അത് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ചു. ആ നിലയിൽ ആ പാട്ട് വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ഈ രീതിയിൽ നേരിടുന്നത് ഒരിക്കലും CPM എന്ന് പറയുന്ന പാർട്ടിക്കും CPM നേതൃത്വം നൽകുന്ന സർക്കാരിനും ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ, BBC ഡോക്യുമെന്ററി, അതായത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിച്ചു മോദി സർക്കാർ. അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തിയ പാർട്ടിയാണ് CPIM-ഉം യുവജന സംഘടനകളായ DYFI-യും SFI-യും ഒക്കെ. നിരോധിച്ച ആ ഡോക്യുമെന്ററി നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചു, അല്ലെ? അങ്ങനെ നമ്മൾ വലിയ പ്രതിരോധം തീർക്കുകയും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. വലിയ വലിയ സമരങ്ങൾ തകർക്കാൻ ഇതുപോലുള്ള പല നീക്കങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദേശീയ തലസ്ഥാനത്ത് നിന്ന് പലതവണ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, 1 വർഷം നീണ്ട കർഷക സമരം തകർക്കാനായി ഒരു ടൂൾ കിറ്റ് വിഷയമാക്കി ഇവിടുത്തെ ദില്ലി പോലീസും കേന്ദ്ര സർക്കാരും ഒക്കെ നീങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സമരത്തെ തന്നെ തകർത്ത് കളഞ്ഞില്ലേ? ഒരു മനുഷ്യൻ മറ്റൊരാളെ കത്തി ഉപയോഗിച്ച് കുത്തി എന്ന് വിചാരിക്കുക, അപ്പോൾ ഈ കുത്തുകൊണ്ട് ആൾ മരിച്ചുപോയി. അപ്പോൾ കത്തിയാണ് ഇവിടെ പ്രതി എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ്. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, കേരളത്തിൽ വർഗീയമായി ഉണ്ടാകുന്ന ചേരിതിരിവ് അപകടകരമായ സാഹചര്യം എന്നത്. BJP, RSS, സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന വർഗീയ ചേരിതിരിവ് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ അയ്യപ്പ ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി. അന്ന് ഈ വിധി നടപ്പാക്കാനുള്ള ശക്തമായ തീരുമാനം അന്ന്
LDF സർക്കാർ എടുത്തു. അന്ന് 2 സ്ത്രീകളെയൊക്കെ തന്നെ ശബരിമലയിൽ കയറ്റാനുള്ള നീക്കം സർക്കാർ തന്നെ നടത്തി. വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. അന്ന് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഒരു നവോത്ഥാന നിലപാടായിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു നവോത്ഥാന മതിലൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് വലിയൊരു നീക്കമൊക്കെ തന്നെ കേരളത്തിൽ LDF-ഉം CPM-ഉം ഇടതുപക്ഷ സംഘടനകളും ഒക്കെ തന്നെ നടത്തിയത്. അന്നത് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ വലിയ സന്ദേശമാക്കിയൊക്കെ ഉയർത്താനാണ് CPM ശ്രമിച്ചത്. പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായപ്പോൾ അവിടെ നിന്ന് നേരെ പമ്പയിൽ അയ്യപ്പ സംഗമത്തിലേക്ക് അത് വന്നു. അപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഭൂരിപക്ഷ പ്രീണനം എന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തലുകളിലേക്ക് സാഹചര്യം എത്തി. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ജനങ്ങളിൽ കാര്യമായി സ്വാധീനമുണ്ടാക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഒരു ട്രാപ്പിൽ CPM ഒരു കാരണവശാലും വീണു പോകരുത് എന്നതാണ്. ഇതൊക്കെ BJPയുടെ ഒരു സംഘപരിവാർ ട്രാപ്പാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രാപ്പിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഈ ഒരു വർഗീയ സാഹചര്യവും ചേരിതിരിവും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ CPIM എന്ന് പറയുന്ന പാർട്ടി ഉയർന്നു വരണം എന്നതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ തിരിച്ചടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടായി, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായി. ആ തിരിച്ചടി എന്ന് പറയുന്നത് ഈ ഒരു പാരഡിയുടെ അടിസ്ഥാനത്തിലല്ല. നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു കേസാണ്, ഒരു സംഭവമാണ്. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന, ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവർ ഹൃദയത്തിൽ ഏറ്റുപിടിക്കുന്ന ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്നത് ഗൗരവമായ വിഷയമാണ്. അത് വലിയ വീഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ജനങ്ങൾ അത്ര ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഈ പാരഡി ഗാനം ഹിറ്റാകാനുള്ള പ്രധാന കാരണവും അത് ആളുകൾ ഏറ്റുപിടിക്കാനുള്ള ഒരു കാരണവും. അപ്പോൾ ജനവികാരം ഈ ശബരിമല വിഷയത്തിലടക്കം സർക്കാരിനെതിരായി മാറുന്നു എന്നൊരു സാഹചര്യം യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായി, അതിന്റെ കാരണം എന്താണ്, അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് CPIM ഈ വിഷയത്തിൽ ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ ഒരു പാരഡി ഗാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ പാരഡി ഗാനം എഴുതിയത് ഒരു ഹിന്ദു അല്ല, ഒരു മുസ്ലിമാണ്. അപ്പോൾ ഇനി അതായിരിക്കും വിഷയം. ഇന്ന് ബാങ്ക് വിളിക്കുന്നതിനെതിരെ പാട്ടെഴുതുക എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അപ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കേണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ. നമ്മളിപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാർ IFFലെ സിനിമാ പ്രദർശനം തടഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ. നമ്മൾ CPM ഒക്കെ തന്നെ വളരെ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചല്ലോ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു നിലപാട് ഈ പാരഡി ഗാനത്തിന്റെ കാര്യത്തിൽ കൂടി കാണിക്കണം എന്നുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് തരാതരം നോക്കി തീരുമാനിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമല്ല. അത് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ CPIM ഉറച്ചു നിൽക്കണം. ആ നിലപാടിന്റെ ഭാഗമായി മുന്നോട്ട് പോകണം. തെരഞ്ഞെടുപ്പ് തിരിച്ചടി എന്താണ് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകണം. ഒപ്പം വർഗീയമായി കേരളത്തിൽ ഉണ്ടാകുന്ന ചേരിതിരിവ്, വേർതിരിവ് അത് പരിഹരിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി CPM സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. Meet the editors.